ഹേ ഡിയേഴ്സ്, എൻ്റെ ഒരു കുഞ്ഞു സ്റ്റോറി പറയട്ടെ. കഴിഞ്ഞ 3 വർഷമായിട്ട് പ്രീ സ്കൂൾ മെന്ററിങ്ങും റെമഡിയൽ ടീച്ചിങ്ങും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് പ്രഗ്നൻസി ആൻഡ് പോസ്റ്റ്മോർട്ടം മൈൻഡ്ഫുൾനെസ് കോച്ചിങ്ങിലാണ്. അതിന് മെയിൻ ആയിട്ടുള്ള ഒരു കാരണം, ഞാൻ ഇത്രയും കുട്ടികൾക്ക് ക്ലാസ് എടുത്ത സമയത്ത് പാരന്റ്സിന് ഞാൻ പോസിറ്റീവ് സൈക്കോളജി വെച്ചിട്ടും അതേപോലെ തന്നെ മൈൻഡ് പവർ ടെക്നിക്സ് വെച്ചിട്ടൊക്കെയാണ് കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുക. ആ സമയത്ത് പാരന്റ്സിനെ ഇത് കൺവിൻസ് ചെയ്തെടുക്കാനും പറഞ്ഞ ടാസ്കും കാര്യങ്ങളൊക്കെ പാരന്റ്സ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അവർക്ക് അതിന്റെ കറക്റ്റ് അവയർനെസ് കൊടുത്താലും അത് സീരിയസ്നെസ്സോടുകൂടി എടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ജോയ്ഫുൾ ജനറേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഞാനിപ്പോൾ മൈൻഡ്ഫുൾ മീൻസ് പ്രഗ്നൻസി ആൻഡ് പോസ്റ്റ്മോർട്ടം മൈൻഡ്ഫുൾനെസ് ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ പ്രഗ്നൻസിയിൽ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ പോസ്റ്റ്മോർട്ടം ഫേസിൽ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ കുട്ടികളെ, ബേബീസിനെ വളരെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് എന്നെ സ്റ്റഡി ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത അല്ലെങ്കിൽ പ്രേരിപ്പിച്ച മറ്റൊരു വലിയ ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ എൻ്റെ തേർഡ് പ്രഗ്നൻസി തന്നെയാണ്. ആദ്യത്തെ 2 പ്രഗ്നൻസിയെക്കാളും ഒരുപാട് ബുദ്ധിമുട്ടുകൾ കൂടുതൽ ഫേസ് ചെയ്യേണ്ടി വന്ന ഒരു പ്രഗ്നൻസി കൂടിയായിരുന്നു എൻ്റെ തേർഡ് പ്രഗ്നൻസി. അതിൽ നിന്നൊക്കെ ഞാൻ സ്റ്റഡി ചെയ്ത അണ്ടർസ്റ്റാൻഡ് ചെയ്തെടുത്ത ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള ഒന്നാണ്, നമുക്ക് ട്രൂ ഗൈഡൻസ് ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ നമുക്ക് പറ്റും എന്നുള്ളത്. ഞാൻ ഓരോ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നപ്പോഴും എന്നെ അതിന് തരണം ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഫാക്ടർ എന്ന് വെച്ചാൽ ഒന്ന് എൻ്റെ മെന്ററാണ്, എൻ്റെ ഗൈഡാണ്. പിന്നെ ഇത്തരം അവയർനെസ്സും നമുക്ക് ഗൈഡൻസ് തരാൻ പറ്റിയിട്ടുള്ള ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അതായത് നല്ല ആൾക്കാർ, കുറച്ച് നല്ല ആൾക്കാർ നമ്മുടെ ചുറ്റും ഉണ്ടാവുക എന്നുള്ളതാണ്.